സുഹൃത്തുക്കളെ, ഞാനൊന്ന് വീട്ടിൽ വാങ്ങിച്ച തണ്ണിമത്തൻ നമ്മൾ തിന്നതിന് ശേഷം അതിൻ്റെ കുരു എടുത്ത് ജസ്റ്റ് ഒന്ന് നട്ടു നോക്കി. കണ്ട, ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ അത് ചെറുതായിട്ട് പൊടിച്ചു തുടങ്ങി, മുള വീണ് ഇതാ ഇത്രയായി. ഇതിലിപ്പോൾ നിൽക്കുന്നത് മഞ്ഞയുണ്ട്, പിന്നെ അതിൽ ചുമപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ നട്ടതിൽ ഇതാ ഇത് മഞ്ഞേര തൈയാണ് ഇത് ഈ കാണുന്നത്. മഞ്ഞേര കുരു ഇട്ടപ്പോഴത് പൊടിച്ചതാണത്. അതുപോലെ ഇത് അപ്പുറത്തോടെ നിൽപ്പുണ്ട് കാണിച്ചു. ഇതാ ഈ പൊടിച്ച് വരുന്നത് ഇതാ ഇത് മഞ്ഞയാണ്, ബാക്കിയൊക്കെ ചുവപ്പാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് പൊടിക്കുമെന്ന് നോക്കട്ടെ. അത്യാവശ്യം ചാണകവും പിന്നെ നമ്മുടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ചാണകം തന്നെയാണ് ഇട്ടേക്കുന്നത്. ആട്ടിൻ കാഷ്ടമൊക്കെ പൊടിച്ച് കാണുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഈ കാണുന്നത്, കണ്ടില്ലേ. പിന്നെ വെള്ളം ഞാൻ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്, ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. വെള്ളത്തിലൊന്നും ഒരു കുറവും വരുത്തുന്നില്ല, ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇത് നട്ടിട്ടുണ്ട്, നട്ട് ഫെയിലായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഇതൊന്ന് എന്ത് ആവുമെന്ന് നോക്കട്ടെ. ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ച് പൊടിച്ച് വരും. പൊടിച്ച് വന്നതിന് ശേഷം പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഇതങ്ങ് പട്ടുപോകും. നമ്മൾ എങ്ങനെ നോക്കിയാലും അത് പട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒരു ഈ തണ്ടിന് ഒരു തരം ശോഷിച്ചിട്ട് അങ്ങ് പട്ടുപോവുകയാണ് ചെയ്യുന്നത്. കണ്ട ഈ തണ്ട് വന്നിട്ട് ഇവിടെ അങ്ങ് അഴിപ്പോവും. നോക്കാം, തണ്ണിമത്തൻ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ. യൂട്യൂബിൽ തന്നെയാണ് ഞാൻ വീഡിയോ കണ്ടിട്ടുള്ളത്, തണ്ണിമത്തൻ വളർത്തുന്ന പല തണ്ണിമത്തൻ്റെ കുഞ്ഞ് ഇല വന്ന് ഇരിക്കുന്നുണ്ടല്ലേ, കണ്ടോ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ പൊടിച്ച് ഒരു 2 ആഴ്ചത്തെ വളമാണ് ഈ കാണുന്നത്, അതിൻ്റെ വളർച്ചയാണ് ഈ കാണുന്നത്. നമുക്ക് എന്തായാലും നോക്കാം ഇത് എത്രത്തോളം വളരുമോ കാ പിടിക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. എന്തായാലും തുടർന്ന് ഇതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും.